മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായ അജിത് പവാർ ബാരാമതിയിലെ വിമാനാപകടത്തിൽ വെച്ച് കൊല്ലപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ള ട്വിസ്റ്റുകളാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണം ഒരു അപ്രതീക്ഷിത സംഭവവികാസം തന്നെയാണ്. എന്നാൽ ഏറെ നാളുകളായി ചില ദുരൂഹതകൾ വിമാനാപകടത്തിന് പിന്നാലെ വരുന്നതുമായി ബന്ധപ്പെട്ട ചില നിരീക്ഷണങ്ങൾ ഇപ്പോൾ വരികയാണ്. പ്രത്യേകിച്ചും അജിത് പവാർ മഹായുതി സഖ്യം, അതായത് BJP സഖ്യം വിടാൻ ആലോചിക്കുകയും ശരത് പവാറുമായി തിരികെ സഖ്യം ചേരുന്നതുമായുള്ള കൂടിയാലോചനകൾ നടത്തുകയും ചെയ്യുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള വിയോഗം പല അനുമാനങ്ങളിലേക്കും എത്തുന്നു എന്നുള്ളതാണ് സാരമായ കാര്യം. അജിത് പവാർ ശരത് പവാറുമായി ഏറെ നാളായി അകൽച്ചയിലായിരുന്നു. NCPയെ പിളർത്തി ഔദ്യോഗികമായ ചിഹ്നവും എല്ലാ രീതിയിലുള്ള അവകാശങ്ങളും അജിത് പവാർ നേടിയെടുത്തു. കഴിഞ്ഞ ലോക്സഭയിൽ അജിത് പവാർ മത്സരിച്ചെങ്കിലും നാണം കെട്ട് പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടായി. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ആകെ ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത്. ശരത് പവാർ ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് 10 സീറ്റുകളിൽ മത്സരിച്ചതിൽ 8ഉം വിജയിച്ചു. എന്നാൽ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അജിത് പവാറിന് പ്രതീക്ഷിക്കാത്ത മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു. അതിൽ വലിയ ദുരൂഹത ഉണ്ട് എന്നുള്ളത് ആരോപിക്കപ്പെട്ട കാര്യം തന്നെയാണ്. എന്നാൽ അജിത് പവാറും ശരത് പവാറും തമ്മിൽ ഏറെ നാളായുള്ള ഈ പിണക്കം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ NCPയിലെ മുതിർന്ന പല നേതാക്കളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. നവാബ് മാലിക് അടക്കമുള്ള NCPയുടെ നേതാക്കളെ BJP വലിയ തോതിൽ ആക്രമിക്കാൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അജിത് പവാറിനെ NDAയിലേക്ക് എത്തിക്കാൻ ഫഡ്നാവിസ് കളിച്ച കളികളും നമുക്കറിയാം. ഏതായാലും അജിത് പവാറിന് പെട്ടെന്നുണ്ടായ അപകട മരണത്തിൽ ദുരൂഹതയേറുകയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 66 വയസ്സുകാരനായ അജിത് പവാറിനെതിരെ നിരവധിയായ അഴിമതി ആരോപണങ്ങളും വലിയ തോതിലുള്ള കോർപ്പറേഷൻ അഴിമതികളും ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോൾ അദ്ദേഹം ആ അഴിമതികളെല്ലാം മാറ്റാൻ വേണ്ടി കണ്ടെത്തിയ ഉപായം BJPയുമായി സഖ്യം ചേരുക എന്ന ഒറ്റ തന്ത്രമായിരുന്നു. 2019 മഹാവികാസ് അഘാടി രൂപകൽപ്പന ചെയ്തപ്പോൾ ആ സഖ്യത്തിന്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നു. അന്ന് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അജിത് പവാർ ആയിരുന്നു ഉപമുഖ്യമന്ത്രി. അത്തരത്തിൽ ഏറെക്കാലമായി ഉപമുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുത്തിരിക്കുകയാണ്. ഏക്നാഥ് ഷിൻഡെയെ ചൊടിപ്പിച്ചുകൊണ്ട് അജിത് പവാറിന് കൂടുതൽ സ്ഥാനമാനങ്ങൾ ഫഡ്നാവിസ് നൽകിയതും അജിത് പവാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് ഉപരിയായി പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോകൾ കൊടുത്തതും പ്രശ്നങ്ങളായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇത് ഏക്നാഥ് ഷിൻഡെയും ശിവസേന വിഭാഗത്തെയും ഏറെ ചൊടിപ്പിച്ച കാര്യമാണ്. ഇതെല്ലാം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഏതായാലും അജിത് പവാറിന്റെ ഈ ആകസ്മിക മരണം മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യത്തിന് ഏതൊക്കെ രീതിയിലാണ് അതിനെ മാറ്റിയെടുക്കുന്നത് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുകയാണ്. മഹായുതി സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം NCP വിട്ടുപോയാലും BJPയും ശിവസേനയുമുള്ള ഇപ്പോഴത്തെ രീതിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാക്കില്ല. ശരത് പവാറുമായി ചേർന്ന് തന്നെയായിരിക്കും അജിത് പവാറിന്റെ MLAമാർ മുന്നോട്ട് പോവുക എന്നുള്ളത് വ്യക്തമാവുകയാണ്.